ഈജിപ്തിൻ മണ്ണിൽ ഒരു പുണ്യജ്യോതി നഫീസ ബീവി. തളർവാദം വന്നൊരു പെൺകുട്ടി മുന്നിൽ, വുളുയെടുത്ത വെള്ളം കാലിൽ തളിച്ചു. അത്ഭുതം കണ്ടവർ സത്യം തിരിച്ചറിഞ്ഞു. ഈജിപ്തിൻ മണ്ണിൽ ഒരു പുണ്യജ്യോതി നഫീസ. വിശ്വാസത്തിന്റെ അത്ഭുത നീരുറവ മഹതിയായ നഫീസ ബീവിയുടെ ചരിത്രകഥ. പുണ്യപുരാതനമായ ഈജിപ്തിലെ കെയ്റോ നഗരം പ്രാർത്ഥനാ നിർഭരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. അറിവിന്റെയും ആത്മീയതയുടെയും വിളക്കായിരുന്ന മഹദി നഫീസ ബീവി അവിടെ താമസമാക്കിയിരുന്ന സമയം നഫീസത്തുൽ മിസ്രിയ എന്നറിയപ്പെട്ടിരുന്ന മഹദി ലോകത്തെ ഏറ്റവും വലിയ നേതാവായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശപരമ്പരയിലെ തിളങ്ങുന്ന കണ്ണിയായിരുന്നു. തന്റെ മുത്തച്ഛനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആത്മീയ പാതയിലായിരുന്നു നഫീസ ബീവിയുടെ ഓരോ ചുവടുവെപ്പും. കെയ്റോയിലെ ആ ചെറിയ വീട്ടിലിരുന്ന് അവർ പടച്ചതമ്പുരാനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു. അറിവ് തേടിയും രോഗശാന്തിക്കായും പ്രാർത്ഥനകൾക്കുമായും അനേകം ആളുകൾ ആ വീടിന്റെ ഉമ്മറപ്പടിയിലെന്നും കാത്തുനിൽക്കുമായിരുന്നു. ബീവിയുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്നത് മറ്റൊരു മതവിശ്വാസിയിൽപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ വലിയൊരു സങ്കടം കരിനിഴൽ വീഴ്ത്തിയിരുന്നു. അവരുടെ ഏക മകൾ ജനിച്ച നാൾ മുതൽ അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായിരുന്നു. ഒരു കൊച്ചു കുട്ടിക്ക് ലഭിക്കേണ്ട എല്ലാ സന്തോഷങ്ങളും കളികളും അവൾക്ക് അന്യമായിരുന്നു. ജനാലയ്ക്കിലിരുന്ന് പുറത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്നത് നോക്കി നിൽക്കാനല്ലാതെ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ മാതാപിതാക്കൾ ലോകത്തിലെ എല്ലാ വലിയ വൈദ്യന്മാരെയും കണ്ടു. വലിയ തുകകൾ ചികിത്സയ്ക്കായി ചെലവാക്കി. പക്ഷേ ആ തളർന്ന കാലുകളിൽ ചലനമുണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. രാത്രികളിൽ ആ പെൺകുട്ടി കരയുമ്പോൾ ആ ഉമ്മയുടെ ഹൃദയം നീറുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വരികൾ കേട്ടു വളർന്ന അയൽവാസികളോട് അവർ തന്റെ സങ്കടങ്ങൾ പറയുമായിരുന്നു. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ഉമ്മയ്ക്ക് അടിയന്തരമായി ചന്തയിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ലാത്തതിനാൽ മകളെ തനിച്ചാക്കി പോകാൻ ആ ഉമ്മയുടെ മനസ്സ് സമ്മതിച്ചില്ല. അവർ വല്ലാതെ വിഷമിച്ചു. ഒടുവിൽ അവർ ഒരു തീരുമാനമെടുത്തു. തൊട്ടടുത്ത് താമസിക്കുന്ന പുണ്യവതിയായ നഫീസ ബീവിയുടെ അടുത്ത് മകളെ ഏൽപ്പിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ആ മഹദിയുടെ സാന്നിധ്യം തന്റെ മകൾക്കൊരു വലിയ ആശ്വാസമാകുമെന്ന് ആ അമ്മ കരുതി. അവർ മകളെ എടുത്ത് ബീവിയുടെ വീട്ടിലെത്തി. നഫീസ ബീരമറിയത് അപ്പോൾ തന്റെ മുറിയിൽ ഏകാന്തമായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തന്റെ മുത്തച്ഛനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചിന്തിച്ചും അള്ളാഹുവിനെ സ്തുതിച്ചുമിരിക്കുന്ന ബീവിയെ ശല്യപ്പെടുത്താൻ ആ ഉമ്മയ്ക്ക് തോന്നിയില്ല. അവർ വരാന്തയിൽ പതുക്കെ മകളെ ഇരുത്തി. മഹദിയെ, എനിക്ക് അല്പം ദൂരെ വരെ പോകാനുണ്ട്. എന്റെ ഈ മകളെ ഇവിടെ ഒരിടത്തിരുത്താൻ അനുവാദം നൽകണം എന്ന് അവർ പതുക്കെ പറഞ്ഞു. ബീവി തന്റെ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരു പുഞ്ചിരിയോടെ സമ്മതം നൽകി. മകളെ അവിടെ ഇരുത്തി ഉമ്മ ചന്തയിലേക്ക് പുറപ്പെട്ടു. സമയം സാവധാനം കടന്നുപോയി. പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർന്നു. നഫീസ ബീറാഞ്ചലിമൈ തന്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് നിസ്കാരത്തിനായി വുളു വരുത്താൻ തയ്യാറായി. ബീവി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വരാന്തയുടെ ഒരു ഭാഗത്തിരുന്ന് വുളു എടുത്തു തുടങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ശുദ്ധീകരണ കർമ്മം മഹദി വളരെ കൃത്യമായി ചെയ്യുകയായിരുന്നു. ആ സമയം തളർന്ന പെൺകുട്ടി വരാന്തയുടെ മറുഭാഗത്തിരിക്കുന്നുണ്ടായിരുന്നു. ബീവി വുളു എടുത്തുകൊണ്ടിരിക്കെ ആ പുണ്യജലത്തിന്റെ കുറച്ചു തുള്ളികൾ വരാന്തയിലൂടെ ഒഴുകി പെൺകുട്ടി ഇരിക്കുന്ന ഭാഗത്തേക്കെത്തി. തന്റെ കാലിൽ ആ വെള്ളം തട്ടിയപ്പോൾ പെൺകുട്ടിക്ക് വല്ലാത്തൊരു മാറ്റം അനുഭവപ്പെട്ടു. സാധാരണ തണുത്ത വെള്ളം തട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമല്ലായിരുന്നു അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തണൽ ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ വെള്ളത്തിന് എന്തോ ഒരു അത്ഭുത ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞവൾ പതുക്കെ കൈനീട്ടി ആ വെള്ളം കുറച്ചെടുത്ത് തന്റെ തളർന്ന കാലുകളിൽ സാവധാനം തടവി. പടച്ചതമ്പുരാന്റെ വലിയൊരു അനുഗ്രഹം ആ നിമിഷം അവിടെ വർഷിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. മരവിച്ചുപോയ ആ കാലുകളിലേക്ക് രക്തപ്രവാഹം തിരിച്ചെത്തുന്നത് പോലെ അവൾക്ക് തോന്നി. വർഷങ്ങളായി അനക്കാൻ പോലും കഴിയാതിരുന്ന വിരലുകൾ അവൾ ചലിപ്പിച്ചു. പടച്ചതമ്പുരാന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പ്രത്യേകമായൊരു അനുഗ്രഹം അവിടെ വർഷിക്കുകയായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പരസഹായമില്ലാതെ ആ പെൺകുട്ടി സാവധാനം എഴുന്നേറ്റ് നിന്നു. അവൾ സന്തോഷം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. വരാന്തയിലൂടെ അവൾ പിച്ചവെച്ച് നടന്നു. നഫീസ ബീവി അപ്പോഴും പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്നത് ബീവി അറിഞ്ഞതേയില്ല. ചന്തയിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. തന്റെ മകൾ ഓട്ടി വരുന്നത് കണ്ട് അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സന്തോഷം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം ലഭിച്ച ആ അമ്മ ഓടിച്ചെന്ന് ബീവിയെ കെട്ടിപ്പിടിച്ചു. ഈ അത്ഭുതം കണ്ട് സത്യത്തിന്റെ മാർഗം തിരിച്ചറിഞ്ഞ ആ കുടുംബം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പാത സ്വീകരിച്ചു. ഈ മഹത്തായ പ്രാർത്ഥനയുടെ കരുത്ത് ഒരു അത്ഭുത ചരിത്രം. ഈജിപ്തിലെ കെയ്റോ നഗരം ഒരു കാലത്ത് കഠിനമായ വരൾച്ചയുടെ പിടിയിലായി. നാടിന്റെ ജീവനാഡിയായ നൈൽ നദി വറ്റിവരണ്ടു. കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി.
കന്നുകാലികൾ ചത്തൊടുങ്ങി. ജനങ്ങൾ പട്ടിണിയിലും ദാഹത്തിലും വലഞ്ഞു. ഭരണാധികാരികളും പണ്ഡിതന്മാരും ഒത്തുചേർന്ന് മഴയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ ഇസ്തിസ്ക നടത്തിയിട്ടും ഫലമുണ്ടായില്ല. നിരാശരായ ജനങ്ങൾ ഒടുവിൽ മഹദിയായ നഫീസ ബീവിയുടെ നഫീസത്തുൽ മിസ്രിയ അരികിലെത്തി. അവരുടെ ആത്മീയ കരുത്തിലും പ്രാർത്ഥനയിലുമുള്ള വിശ്വാസം ജനങ്ങൾക്ക് വലുതായിരുന്നു. ബീവിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം തങ്ങളുടെ സങ്കടങ്ങൾ നിരത്തി. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവളെ, ഞങ്ങളെ സഹായിക്കൂ, ഈ വരൾച്ചയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പ്രാർത്ഥിക്കൂ, അവർ അപേക്ഷിച്ചു. ജനങ്ങളുടെ ദുരിതം കണ്ട് ബീവിയുടെ മനസ്സ് അലിഞ്ഞു. അവർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് തന്റെ മുഖപടം ഒരു വസ്ത്രഭാഗം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ശാന്തമായി പറഞ്ഞു, ഇതുകൊണ്ട് പോയി നൈൽ നദിയിലെറിയുക, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉടനുണ്ടാകും. വിസ്മയത്തോടെ ജനങ്ങൾ അത് വാങ്ങി നൈൽ നദിയുടെ തീരത്തേക്ക് കുതിച്ചു. ആയിരക്കണക്കിന് ആളുകൾ സാക്ഷിയായിരിക്കെ അവർ ബീവി നൽകിയ ആ പവിത്രമായ വസ്ത്രഭാഗം നദിയിലേക്കെറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. വറ്റിവരണ്ട് വെറും മണൽക്കൂനയായി മാറിയിരുന്ന നൈൽ നദിയിൽ വെള്ളം ഇരമ്പി വരാൻ തുടങ്ങി. അടിത്തട്ടിൽ നിന്ന് നീരുറവകൾ പൊട്ടിയൊഴുകി. നദി പെട്ടെന്ന് കുതിച്ചുയർന്നു. ജനങ്ങൾ ആനന്ദക്കണ്ണീരോടെ അള്ളാഹുവിനെ സ്തുതിച്ചു. വറ്റിവരണ്ടിരുന്ന കൃഷിയിടങ്ങൾ വീണ്ടും പച്ചപ്പണിഞ്ഞു. നഫീസ ബീവിയുടെ ഒരു ചെറിയ വസ്ത്രഭാഗം നൈൽ നദിയെ വീണ്ടും ജീവിപ്പിച്ചു. ഈ സംഭവം ബീവിയുടെ പ്രാർത്ഥനയുടെ കരുത്തിന് തെളിവായി ഇന്നും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ ആത്മീയ കരുത്ത് ഇത്രത്തോളമായിരുന്നെങ്കിൽ അവരുടെ ദൈവഭക്തിയും അസാധാരണമായിരുന്നു. തന്റെ വീടിനുള്ളിൽ അവർ ഒരു വലിയ കുഴി ഖബർ വെട്ടിയിരുന്നു. തന്റെ ജീവിതകാലത്ത് അനേകം തവണ അവർ ആ കുഴിയിലിരുന്ന് ഖുർആൻ പൂർണ്ണമായി പാരായണം ഖത്തം ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. ഏകദേശം 6000 തവണയോളം അവർ ആ കുഴിയിലിരുന്ന് ഖുർആൻ ഓതിത്തീർത്തിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. അവരുടെ അവസാന നാളുകളിൽ ആ കുഴിയിലിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെയാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരുടെ ജീവിതം തന്നെ ഒരു അത്ഭുതവും പ്രചോദനവുമായിരുന്നു. ഈ കഥ ഈജിപ്തിൻ മണ്ണിൽ ഒരു പുണ്യജ്യോതി നഫീസ ബീവി. തളർവാദം വന്നൊരു പെൺകുട്ടി മുന്നിൽ വുളു എടുത്ത വെള്ളം കാലിൽ തളിച്ചു. ആ നിമിഷം തന്നെ അവൾ എഴുന്നേറ്റു നിന്നു. അത്ഭുതം കണ്ടവർ സത്യം തിരിച്ചറിഞ്ഞു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാരും. അവർ ലോകത്തെ ഏറ്റവും വലിയ നേതാവായ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശപരമ്പരയിൽപ്പെട്ട പുണ്യവതിയായിരുന്നു. തന്റെ മുത്തച്ഛനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാതയിലായിരുന്നു മഹദിയുടെ ഓരോ നിമിഷവും. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ രോഗശാന്തി തേടിയും പ്രാർത്ഥനകൾക്കായും അനേകം ആളുകൾ എന്നും കാത്തുനിൽക്കുമായിരുന്നു. ബീവിയുടെ അയൽപ്പക്കത്ത് മറ്റൊരു മതവിശ്വാസിയിൽപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ വലിയൊരു സങ്കടം നിലനിന്നിരുന്നു. അവരുടെ ഏക മകൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നഫീസ ബീവിയുടെ ജീവിതത്തിലെ ഈ മനോഹരമായ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരം കൂടുതൽ ആത്മീയ കഥകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ പിന്തുണയും ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.